സോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഞാൻ ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്തയായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് തമിഴിൽ കണ്ടാൽ അറിയാം എന്താണ് പുതിയ RRB JEE നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അല്ലെ. RRB JEE നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഏകദേശം 8000-ഓളം വേക്കൻസി അല്ലെ. ഏകദേശം നമ്മൾ പറയുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ 7934 പ്ലസ് ടെന്റേറ്റീവ് വേക്കൻസിയാണ്. ആ ടെന്റേറ്റീവ് വേക്കൻസി ഇനിയും എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ഉയരാനുള്ള ചാൻസുകൾ ഉണ്ട്. നമ്മുടെ ALPയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ALP 5000 ആയിരുന്നു നമ്മൾ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ഉണ്ടായിരുന്നത്. ഒറ്റയടിക്ക് അത് 18000 മാറിയിട്ടുണ്ടായിരുന്നു. സോ ഇതിലും നമുക്കൊരു ഹൈക്ക് പ്രതീക്ഷിക്കാം. ഇപ്പൊ ഉള്ളത് 7934 വിവിധ റെയിൽവേ സോണുകളിലായിട്ട് 7934. ഏതൊക്കെ സോണാണ്, എങ്ങനെയൊക്കെയാണ്, എവിടേക്ക് അപ്ലിക്കൻസിന്റെ ഓരോ ബ്രാഞ്ചുകളിൽ എത്ര വേക്കൻസിന്റെ ഒന്നും റിലീസ് ആയിട്ടില്ല. ആ റിലീസ് ആവുന്ന ഡേറ്റ് എന്ന് പറയുന്നത് അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് 30/7/2024 ജൂലൈ 30-ാം തീയതിയാണ് അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആവുന്നത്. ഏകദേശം ഓഗസ്റ്റ് 29 കൂടിയിട്ട് അപ്ലിക്കേഷൻ സ്റ്റോപ്പ് ആവുന്നുണ്ട്. ഓക്കെ, ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് 29. അപ്പോൾ 30-ാം തീയതിയാണ് നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പേര് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു നോട്ടിഫിക്കേഷൻസ് ആയിരുന്നു അല്ലെ. നമ്മുടെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഏജ് ലിമിറ്റ് അല്ലെ. ഏജ് ലിമിറ്റ് മുമ്പൊക്കെ എത്രയായിരുന്നു, 33 വയസ്സ് വരെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ നമ്മുടെ കൊറോണയുടെ ഒരു 3 ഇയർ ഏജ് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട്. 36 വയസ്സ് വരെ അല്ലെ. 36 വയസ്സ് വരെ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. 1/1/2025 ഉള്ളിൽ 36 വയസ്സ് തികയുന്ന എല്ലാവർക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു എക്സാം അല്ലെങ്കിൽ ഈ ഒരു എക്സാമിന് അപ്ലിക്കേഷൻ സമർപ്പിക്കാവുന്നതാണ്. ഏകദേശം അപ്ലിക്കേഷൻ ഫീസ് പറയുന്നത് 500 രൂപയാണ്. ആ 500 രൂപ അപ്ലിക്കേഷൻ ഫീസ് ഇല്ല, 100 രൂപയേ ഉള്ളൂ. ഈ എക്സാംസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 400 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് റീക്രെഡിറ്റ് ചെയ്യും. അതുപോലെ SC ST അതേപോലെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 250 ആണ്. എക്സാംസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് റീഫണ്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പം ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻസോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഏകദേശം ടെന്റേറ്റീവ് വേക്കൻസി എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഏജ് റിലാക്സേഷന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, റെയിൽവേ സോണുകൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ നമുക്ക് അപ്ലിക്കേഷൻ ഡേറ്റും ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്ലിക്കേഷൻ ഫീ ആൻഡ് അപ്ലിക്കേഷൻ ഡേറ്റ് ആണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഡീറ്റെയിൽഡ് സിലബസ് എന്താവുമെന്ന് നമുക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം. എങ്ങനെ പഠിക്കണം, എങ്ങനെ എക്സാമിന് പ്രിപ്പയർ ചെയ്യണം, അങ്ങനത്തെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം. ഇപ്പൊ ജസ്റ്റ് നമുക്ക് ലാസ്റ്റ് RRB JEE വന്നിട്ടുണ്ടായിരുന്ന സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ എങ്ങനെയാണ് എക്സാം പാറ്റേൺ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് വന്നിട്ടുണ്ടായിരുന്ന 2 സ്റ്റേജ് എക്സാംസ് ആണ്. ഫസ്റ്റ് സ്റ്റേജിൽ നമുക്ക് വന്നിട്ടുള്ള സബ്ജക്റ്റുകൾ നോക്കിയ മക്കളെ ഏകദേശം മാത്സ് വന്നിട്ടുണ്ട്. മാത്സിൽ 30 ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. 30 ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ 1 മാർക്ക് വെച്ചിട്ട് 30 മാർക്കാണ്. റീസണിംഗിൽ 25 ക്വസ്റ്റ്യൻസ് ആണ്. ജനറൽ അവയർനെസ് അല്ലെ, GK നമ്മുടെ ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി, കോൺസ്റ്റിറ്റ്യൂഷൻ, എക്കണോമിക്സ്, കറന്റ് അഫയേഴ്സ് എന്ന സബ്ജക്റ്റുകളിൽ 15 ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. അതേപോലെ ജനറൽ സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 30 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് 90 മിനിറ്റ് ആണ് ഉണ്ടായിരുന്നത്. 100 ക്വസ്റ്റ്യൻസിന് 90 മിനിറ്റ്. ഓരോ റെയിൽവേ സോണുകളിലും കട്ട് ഓഫ് മാർക്ക് വ്യത്യാസം വന്നിട്ടുണ്ട്. അത് നമ്മുടെ നമ്പർ ഓഫ് വേക്കൻസിക്ക് അനുസരിച്ച് വേരി ചെയ്യാറുണ്ട്. സോ നമുക്ക് വേക്കൻസിയും അതേപോലെ കട്ട് ഓഫ് മാർക്കിനൊക്കെ റിലേറ്റ് ചെയ്തിട്ട് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് ചെയ്യാവും. അപ്പോൾ തൽക്കാലം നമുക്ക് ജസ്റ്റ് എന്തൊക്കെയാണ് എക്സാംസ് ഓറിയന്റഡ് ആയിട്ടുള്ള പഠിക്കേണ്ട കാര്യങ്ങൾ നോക്കാം. ഈ ഫസ്റ്റ് സ്റ്റേജ് ക്വാളിഫൈ ചെയ്യുന്നവർക്ക് സെക്കൻഡ് സ്റ്റേജ് ഉണ്ട്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് നോക്കിയേ. സെയിം ടോപ്പിക്കിൽ ജനറൽ അവയർനെസ് ഉണ്ട്. ജനറൽ അവയർനെസ് 15 ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരുന്നത്. ഒരു ക്വസ്റ്റ്യൻ 1 മാർക്ക് തന്നെയാണ് സെക്കൻഡ് സ്റ്റേജ് വരുന്നത്. പിന്നെ ഫിസിക്സും കെമിസ്ട്രിയും മാത്രമുള്ള അവിടെ എന്ത് പഠിക്കണ്ട, നമ്മുടെ ബയോളജി പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ വരുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ application, basics of computer and its application 10 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതേപോലെ ബേസിക്സ് ഓഫ് എൻവിറോൺമെന്റൽ ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ അല്ലെ, ഒരു 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പിന്നെ ടെക്നിക്കൽ എബിലിറ്റി, ഇവിടെയാണ് നിങ്ങൾക്ക് 100 ക്വസ്റ്റ്യൻസ് വരുന്നത്. 100 ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ബ്രാഞ്ച് ഏതാണോ, നിങ്ങൾ മെക്കാനിക്കൽ ആണെങ്കിൽ മെക്കാനിക്കലിലായിരിക്കും 100 ക്വസ്റ്റ്യൻസ് വരിക. സിവിൽ ആണെങ്കിൽ സിവിൽ, ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഇലക്ട്രിക്കൽ, കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ് ആണെങ്കിൽ ഇലക്ട്രോണിക്സ്, അപ്ലൈഡ് ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഇലക്ട്രിക്കൽ, IT ആണെങ്കിൽ IT. ഏതാണോ നിങ്ങളുടെ ബ്രാഞ്ച്, ആ ബ്രാഞ്ചിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തുണ്ടാകും, ഈ ഒരു ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ബ്രാഞ്ച് ഓൺ ബ്രാഞ്ച് എന്നായിരിക്കും വരുന്ന. അതിന്റെ ഡീറ്റെയിൽ സിലബസ് നമുക്ക് നോട്ടിഫിക്കേഷൻ 30-ാം തീയതിയാണ് വരുന്നത്. ആ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നമുക്ക് ഡീറ്റെയിൽഡ് ഡിസ്കഷൻ ചെയ്യാവുന്നതാണ്. ഇതിന് വേണ്ടിയിട്ടുള്ള പുതിയ ബാച്ചുകൾ അല്ലെ, നമുക്ക് 3 രീതിയിലാണ് നമുക്ക് ക്ലാസ്സുകൾ കൊടുക്കുന്നത്. 3 രീതിയിലാണ്. ഓഫ്ലൈൻ ബാച്ചുകൾ ഉണ്ട്, ഓൺലൈൻ ബാച്ചുകൾ ഉണ്ട്, അതേപോലെ പ്രീ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകളാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഓഫ്ലൈൻ ബാച്ചുകൾ നമുക്ക് 3 സ്ഥലങ്ങളിൽ മാത്രമേ നമ്മൾ ഓഫ്ലൈൻ സെന്റർ പൈനിയർ ക്ലാസ് നോട്ട്സിന്റെ 3 സെന്ററുകളിൽ മാത്രമേ നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സുകൾ കൊടുക്കുന്നുള്ളൂ. അത് നമുക്ക് വരുന്നത് കണ്ണൂരുണ്ട്, തൃശ്ശൂരുണ്ട്, പാലക്കാട്. 3 സെന്ററുകളിൽ നമുക്ക് ഓഫ്ലൈൻ ബാച്ചുകളുണ്ട്. റെഗുലർ ബാച്ചുണ്ട്, ഹോളിഡേ ബാച്ചുകളും നമുക്ക് അവൈലബിൾ ആണ്. പുതിയ റെഗുലർ ബാച്ച് ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനിയും അഡ്മിഷൻസ് എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ നമ്മുടെ ക്വാളിഫയേഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ചെക്ക് ചെയ്യാവുന്നതാണ്. ആ ഡീറ്റെയിൽസ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് നമ്മുടെ പ്രീവിയസ് ഇയർ ഒരുപാട് പേര് റെയിൽവേയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നമ്മുടെ കോഴ്സുകളിൽ നമുക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെ കാണുന്ന നമ്പേഴ്സിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം.
ഓക്കെ, പിന്നെ ഉള്ളത് ഓൺലൈൻ ലൈവ് ക്ലാസ്സുകളാണ്. ഈ ലൈവ് ക്ലാസ്സുകൾ ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നത് വർക്ക് ചെയ്യുന്നവർക്കും അതേപോലെ അബ്രോഡിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അതും വീക്ക്ലി 3 days ആണ് ക്ലാസ്സുകൾ വരുന്നത്. ഈവനിങ് ആയിരിക്കും ക്ലാസ് വരിക, 7:30 to 9:30 ആയിരിക്കും ക്ലാസ് ടൈമിംഗ് വരുന്നത്. അതേപോലെ പ്രീ റെക്കോർഡ് ഓൾറെഡി നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ച നിങ്ങളുടെ സിലബസ് പ്രീവിയസ് സിലബസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ച വീഡിയോസ് ഉണ്ട്. ആ റെക്കോർഡഡ് വീഡിയോസ് ആയിരിക്കും നിങ്ങൾക്ക് എന്ത് വരുന്നത്, പ്രീ റെക്കോർഡഡ് ക്ലാസ്സുകൾ വരുന്നത്. നിങ്ങൾക്ക് ഏത് മോഡാണോ നിങ്ങൾക്ക് ആവശ്യം ആ മോഡിനനുസരിച്ച് നിങ്ങൾക്ക് കോഴ്സുകൾ സെലക്ട് ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പേഴ്സിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. സോ അധികം മുട്ടും വൈകണ്ട, ഒരുപാട് പേര് വെയിറ്റ് ചെയ്തിരുന്ന പോസ്റ്റാണ്. കൊറോണയ്ക്ക് ശേഷം അല്ല, 2019 ശേഷം ഇപ്പോഴാണ് റെയിൽവേയുടെ ജൂനിയർ എഞ്ചിനീയർ ഒരു ടെക്നിക്കൽ പോസ്റ്റ്, ഒരു ഡിപ്ലോമ അല്ലെങ്കിൽ ബിടെക് ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള ഒരു പോസ്റ്റ് നമുക്ക് വിളിക്കുന്നത്. സോറി, ഇതിന്റെ ക്വാളിഫിക്കേഷൻ ഞാൻ പറയാൻ വിട്ടുപോയി. ഡിപ്ലോമ അല്ലെങ്കിൽ ബിടെക് ആണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻസ് ആയിട്ട് പറയുന്നത്. ബിടെക് അല്ലെങ്കിൽ എംടെക് ഏത് ഹയർ ക്വാളിഫിക്കേഷൻ എല്ലാം പോസിബിൾ ആണ്. ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിപ്ലോമ. സോ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് പറയുന്നത് നമുക്ക് ഡിപ്ലോമ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും മിക്കവാറും എന്ത് വരുന്നത്, ജൂനിയർ എഞ്ചിനീയറിന്റെ ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. സോ ഇതിന്റെയൊക്കെ ബാച്ചിൽ നമുക്ക് പുതുതായിട്ട് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്യാം. സോ താങ്ക് യു.